പൊന്നെ ഒത്തിരി പ്രത്യേകതയുള്ള ഒരു പള്ളിയിലാണ് കേട്ടോ ഇന്ന് ഞാൻ നിൽക്കുന്നത്. അങ്ങനെ കർത്താവിനോട് കുറച്ച് കാര്യങ്ങൾ മുട്ടിപ്പായി അങ്ങ് പ്രാർത്ഥിക്കാനുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം പ്രാർത്ഥിച്ച് വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴാണ് കേട്ടോ ഈ പള്ളിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു അപ്പച്ചനെ കണ്ടത്. ആ അപ്പച്ചൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനൊന്ന് ഞെട്ടിപ്പോയിട്ടോ ഗായ്സ്. നിങ്ങളും ഒന്ന് കേട്ട് നോക്കിക്കേ ഗായ്സ് ആ കാര്യങ്ങൾ. പറഞ്ഞു നിർത്താം. ഇവിടെ പറയാം, എൻ്റെ ഒരു പയ്യനെ ഇത് ഇനിയൊരു നിയോഗത്തിന് വേണ്ട കല്യാണം 34 പെണ്ണിനെ കണ്ടു, ഒരു രക്ഷയില്ല. അവൻ മടുത്തു. ഞങ്ങളോട് കലിപ്പനായിട്ട് നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് വന്നാൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ല. മോനെന്ന് ചെന്ന് പറയാമോന്ന് ചോദിച്ചു. അവൻ്റെ പേരനാന്ന് റോബിനാന്ന്. ഞങ്ങൾ ചെന്ന് ഗ്ലാസ് മുട്ടി മൊബൈൽ കണ്ടോണ്ടിരിക്കുന്നത്. ഗ്ലാസ് മുട്ടി താത്തി എന്നെക്കാളും നല്ല ഹൈറ്റും വരുള്ളൂ. എന്നാന്നുള്ള രീതി പുള്ളി ഇങ്ങനെ പരിചയമില്ല. റോബിൻ നല്ല മേനെ പേരെന്ന് ചോദിച്ചു. അതെന്ന് പറഞ്ഞു. പപ്പ പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞല്ലേ, ഞാനിങ്ങനെ പേരറിയുന്നത്. ജസ്റ്റ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. മോൻ വന്ന ആഗ്രഹം നിയോഗമൊക്കെ അവരെന്നോട് പറഞ്ഞു. ഞാൻ കൂടുതലൊന്നും പറയില്ല. എങ്ങനെ അറിഞ്ഞു എങ്ങനെയൊന്നും ചോദിക്കരുത്. പപ്പാടെ മമ്മിയുടെ കൂടെ പോയി ആ സ്റ്റാച്ചുവിൻ്റെ മുമ്പിൽ ഒന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക. പല ഉറപ്പാണ് വന്നു. ഞാൻ പോവാം, ഞാൻ എനിക്ക് ഇച്ചിരി വർക്കുണ്ട്, പരിപാടി ഉണ്ടെന്ന്. ആ ചേട്ടൻ പോകാൻ പറ്റേ, ചേട്ടൻ്റെ പേരനാണ്. ഞാൻ പറഞ്ഞ എൻ്റെ ഒരു സഭാഷ് ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ജസ്റ്റ് പുള്ളി തല എറിഞ്ഞുകൊണ്ട് മൊബൈൽ ഫോൺ അങ്ങോട്ട് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് പെട്ടെന്ന് ഡോറടച്ചോട്ട് അരിശത്തോടെയാണ് പോക്ക്. പോകുന്ന വഴിക്ക് ആ ശരീരഭാഷ കാണാം. ബനിയനൊക്കെ താത്തിയിട്ട് ഭയങ്കര ഇങ്ങനെ വല്ലാത്ത താടിയൊക്കെ ചൊറിഞ്ഞ് അങ്ങനെ പോവാം. എന്തിനേറെ പറഞ്ഞു, പിറ്റേ വർഷം ജാനുവരി 26, 27 ഇവിടുത്തെ മെയിൻ പെരുന്നാൾ. ഇവിടുത്തെ പെരുന്നാൾ അന്ന് 6 മാസമായി കഴിഞ്ഞപ്പം ഈ 34 വയസ്സിന് ഈ 34 പെണ്ണുങ്ങളെക്കാളും അതീവ സുന്ദരിയായൊരു പെണ്ണിനെ പുള്ളിക്ക് കൂട്ടിച്ചേർത്തു. പിറ്റേ വർഷം അവർക്കൊരു ആങ്കൊച്ചുണ്ടായി. ജോസഫ് എന്ന് പേര് ചെയ്ത് യേശുപിതാവിൻ്റെ പേര് കൊടുത്തു. ഇവിടെ കൊച്ചിനെ അടിമ വെക്കാനായിട്ട് വന്നു. ഇത് കൂടുതൽ നേർസാക്ഷ്യം വല്ലതും വേണം. 34 പെണ്ണിനെ കണ്ട. അതായത് ചെറുക്കന് ഈ പുള്ളിക്ക് എത്ര വയസ്സുണ്ടെന്നറിയോ? 34 വയസ്സ് കൊണ്ട്. അപ്പോൾ അതാണ് അനുഭവസാരി. പിന്നെ ജോലി കാര്യങ്ങൾ ഒത്തിരി പേര് വരുന്നുണ്ട്. പിന്നെ അപ്പച്ചൻ പറഞ്ഞതുപോലെ തന്നെ വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കാനും അതുപോലെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കാനൊക്കെ വേണ്ടി ഒത്തിരി പേര് ആ പള്ളിയിൽ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ തിരിച്ചു പോണ വഴിക്കാണെങ്കിൽ നമ്മൾ കുറച്ച് നൊങ്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗായ്സ്. ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. വണ്ടി ഭയങ്കര ട്രാഫിക്കൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ചൂടൊക്കെ എടുത്താണ് കേട്ടോ വന്നത്. അപ്പോൾ നൊങ്ക് കണ്ടപ്പോൾ വാങ്ങിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പക്ഷേ കുറച്ച് മൂത്ത നൊങ്കാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ടിനും ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പക്ഷേ ഈ മഞ്ഞ പാട നമ്മൾ പൊളിച്ച് കളയണം കേട്ടോ, ഇല്ലെങ്കിൽ നല്ല കയ്പ്പായിരിക്കും. എന്താ പറയുക, ഒരു കരിക്കിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഗൈസ്. എന്തായിരുന്നെങ്കിലും അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ മനസ്സിൽ ആ പള്ളിയുടെ വിചാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ എൻ്റെ ഫ്രണ്ട് എന്നെ സ്റ്റാൻഡിൽ കൊണ്ട് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് വണ്ടി പിടിച്ച് നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.